ഹലോ ഗായ്സ്, ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്കൊന്ന് മൂവി കാണാൻ പോയാലോ? അതിനു മുന്നേ ഇവിടെയുള്ള ആൾക്കാർ സീരിയൽ കാണാണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഗായ്സ്. സീരിയലെല്ലാം കണ്ട് സമാധാനമായിട്ടാണ് കേട്ടോ നമ്മൾ മൂവി കാണാൻ വേണ്ടി പോകുന്നത്. ഞാനൊരുങ്ങാൻ കുറച്ച് ലേറ്റായി കേട്ടോ ഗായ്സ്. അതുകൊണ്ട് ഇറങ്ങിയപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പകുതി എത്തിയപ്പോഴത്തേക്കും നല്ല മഴ അങ്ങ് പെയ്തു കേട്ടോ. പിന്നെ നമ്മളൊരു മില്ലിൻ്റെ ഫ്രണ്ടിലായിട്ട് കയറി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പരിഭവം എൻ്റെ അമ്മയുടെ പപ്പയുടെ മുഖത്തുണ്ട് കേട്ടോ. ഇപ്പോൾ ലൈവായിട്ട് നിങ്ങൾ കാണുന്ന ഒരു കിസ്സിങ് സീനാണ് കേട്ടോ. അത് ഞാൻ കണ്ടതിൻ്റെ ഗൗരവമാണ് കേട്ടോ എൻ്റെ പപ്പയ്ക്ക്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് തോർന്നപ്പോഴത്തേക്കും നമ്മൾ വണ്ടി എടുത്ത് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചേച്ചി അനിയനും വേറൊരു മൂവി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി ഇറങ്ങി വന്ന് നമുക്ക് ടിക്കറ്റൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൂവി കാണാനായിട്ട് കയറിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റൂടാവേ? വേറെ ഒന്നും അല്ല കേട്ടോ ഗായ്സ്. ഞാൻ പക്കാവടയൊക്കെ തിന്നുകൊണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തുടരും മൂവി കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ബ്രേക്ക് ആയി കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ നല്ലോണം തണുക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം അമ്മ നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എ സിയും കൂടെ അല്ലേ ഗായ്സ്, അതുകൊണ്ട് ശരിക്കും തണുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊക്കെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി പപ്പയുടെ കൂടെ. പപ്പ എനിക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്. പിന്നെ നമ്മൾ മൂവി എല്ലാം കണ്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒന്ന് വാഷ്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ എല്ലാവരും മൂവി എല്ലാം കണ്ടിട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ ഗൈസ്. തിരിച്ച് മഴ ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥനയോടെയാണ് കേട്ടോ ഞാൻ ഈ സ്റ്റെപ്പ് ഇറങ്ങണത്. പിന്നെ ഇപ്പോഴത്തേക്കും മേലെല്ലാം നല്ലോണം ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നനഞ്ഞ് കുളിച്ചായിരുന്നു കേട്ടോ തീറ്റാൻ്റെ ഉള്ളിൽ ആ തണുപ്പത്തിരുന്നത്. അതിന് എന്നെ സമ്മതിക്കണം കേട്ടോ. തിരിച്ചിറങ്ങിയപ്പോഴും ചെറുതായിട്ടല്ല നല്ല തോതിൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അങ്ങനെ മഴയെല്ലാം കണ്ടുകൊണ്ട് നിന്ന് പോണേ എന്നെ നല്ലോണം മഴ കണ്ടപ്പോൾ തന്നെ എന്നെ വിറയ്ക്കാൻ തുടങ്ങി കേട്ടോ ഗായ്സ്. പിന്നെ അതിൻ്റെ സങ്കടം എൻ്റെ മുഖത്തുണ്ട് കേട്ടോ. ഇന്ന് നനഞ്ഞു പോകണമല്ലോ എന്ന്. അങ്ങനെ നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ ഗായ്സ്. അതുകൊണ്ടാണ് കേട്ടോ മെഴുകുതിരി വെട്ടത്തിലിരിക്കണത്. പിന്നെ വന്ന വഴിക്ക് മരങ്ങളെല്ലാം ഒടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അങ്ങനെ പപ്പ എനിക്ക് വായിച്ചൊന്ന് കൊണ്ട് വെച്ച കൊച്ചേന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ തലയാണെങ്കിൽ നിറയെ വെള്ളം ഇങ്ങനെ ഒലിക്കുവാണ് കേട്ടോ ഗായ്സ്. ഇനി ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റായിട്ട് പലക്ക് തേച്ച് ഇനി കിടക്കണം കേട്ടോ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. അപ്പോൾ ടാറ്റ ബൈ ബൈ ഗായ്സ്.